സംസ്ഥാനത്തെ മന്ത്രിസഭാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട നിർണായകമായ LDF യോഗം അല്പസമയത്തിനകം ചേരും. അഹമ്മദ് ദേവർകോവിലിന് പിന്നാലെ ആന്റണി രാജുവും രാജിവെച്ചിട്ടുണ്ട്. KB ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയുമാണ് മന്ത്രിസഭയിലേക്ക് ഇനി എത്തുക. ഇതിൻ്റെയൊക്കെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി കമലേഷ് തെക്കേക്കാട് ചേരുകയാണ്. കമലേഷ്, എന്തൊക്കെയാണ് LDF യോഗം തുടങ്ങുന്നതിന് മുമ്പുള്ള അവസ്ഥ? യോഗം എപ്പോഴാണ് തുടങ്ങുക? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അജിംഷാദ് 10:30 കൂടിയാണ് AK സെന്ററിൽ യോഗം ആരംഭിക്കുക. ഇതിനു മുന്നോടിയായി ഏറ്റവും ഒടുവിലായി വന്നിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് അഹമ്മദ് ദേവർകോവിൽ തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ രാജി സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രിക്ക്. അതോടൊപ്പം ഗതാഗത മന്ത്രി ആന്റണി രാജുവും അല്പസമയത്തിനകം രാജി മുഖ്യമന്ത്രിക്ക് കൈമാറും എന്നുള്ളതാണ്. ഈ LDF യോഗം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഈ രണ്ട് മന്ത്രിമാരും രാജിവെക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഈ നവകേരള സദസ്സ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നവകേരള സദസ്സ് കഴിഞ്ഞ ഉടൻ മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു ധാരണയുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇന്നലെ വൈകിട്ടോടുകൂടി നവകേരള സദസ്സ് അവസാനിക്കുന്നു. ഇന്നിപ്പോൾ 10:30 LDF യോഗം ആരംഭിക്കുകയാണ്. ഇതിനു മുന്നോടിയായി തന്നെ രണ്ട് മന്ത്രിമാർ രാജി സമർപ്പിക്കുന്നു. സ്വാഭാവികമായും ഗതാഗത വകുപ്പ് കേരള കോൺഗ്രസ് B വിഭാഗത്തിൽ നിന്നും KB ഗണേഷ് കുമാറിനും അതുപോലെ തന്നെ ഈ തുറമുഖ വകുപ്പ് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കുമാണ് നൽകുക. ഇത് നേരത്തെ തന്നെ ധാരണയായിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. ഏതായാലും ഇതോടൊപ്പം തന്നെ ഈ ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട് KB ഗണേഷ് കുമാറിന് താല്പര്യമില്ലെന്നും അത് കേരള കോൺഗ്രസ് ബാലകൃഷ്ണപിള്ള വിഭാഗം അറിയിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു കമലേഷ്. ആ നിലയിൽ ചില സൂചനകൾ മാത്രമാണ് വന്നിട്ടുണ്ടായിരുന്നത്. അത് സംബന്ധിച്ച് കൃത്യമായ ഒരു പ്രതികരണങ്ങൾ ആരുടെയും ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിച്ചിട്ടില്ല. ഏതായാലും അങ്ങനെ ഒരു കാര്യം ഗണേഷ് കുമാർ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നത് ഒരു വാർത്തയായി തന്നെ പുറത്തു വന്നിരുന്നു. എന്നാൽ നിലവിൽ അക്കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ മന്ത്രിസഭാ പുനഃസംഘടനയാണ് ഇന്നത്തെ LDF യോഗത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായി വരുന്നത്. അതോടൊപ്പം ഈ വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ വിശദമായി ചർച്ചയാവും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ BJPയുടെ കേന്ദ്ര കമ്മിറ്റി യോഗം അടക്കം ചേർന്ന് കഴിഞ്ഞ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഏത് സമയത്ത് വേണമെങ്കിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഈ തൃശൂരും ആറ്റിങ്ങലും അടക്കമുള്ള മണ്ഡലങ്ങളിൽ BJP ശക്തമായ പ്രചരണം, ചില ആളുകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയുള്ള പ്രചരണങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പാർട്ടി ഏത് നിലയിൽ, അല്ലെങ്കിൽ CPM എന്നുള്ള നിലയിലും അതുപോലെ തന്നെ LDF എന്നുള്ള നിലയിലും ഏത് നിലയിൽ ഇടപെടണം, പ്രത്യേകമായി ഒരു സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള പ്രചരണങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ആരംഭിക്കേണ്ടതുണ്ടോ, അല്ലാതെ ചുമതല നൽകിക്കൊണ്ടുള്ള ഒരു പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാവും. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ മന്ത്രിസഭാ പുനഃസംഘടനയും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പും പോലെ തന്നെ ഏറ്റവും ഒടുവിലായി സംസ്ഥാന മന്ത്രിസഭ ഒന്നടങ്കം നടത്തിയിട്ടുള്ള നവകേരള സദസ്സ് സംബന്ധിച്ച ഒരു വിലയിരുത്തൽ കൂടി ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വളരെ നേരത്തെ തന്നെ ഈ യാത്ര ആരംഭിച്ചത് മുതൽ വലിയ പ്രതിഷേധങ്ങൾ ഇതിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. ജനങ്ങൾക്കിടയിൽ ഒരു നെഗറ്റീവ് ഒരു കാര്യം കൂടി ഇതിനെതിരെ ആ നിലയിൽ ആളുകൾ എങ്ങനെയാണ് ഇതിനെ എടുത്തിട്ടുള്ളത്, ഇത് മുന്നണിക്ക് ഗുണം ചെയ്തിട്ടുണ്ടോ, മന്ത്രിസഭയ്ക്ക് ഗുണം ചെയ്തിട്ടുണ്ടോ, ഇത് തുടർന്നും ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്താൻ കഴിയുമോ, ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ, ഇത് മുന്നണിക്ക് ദോഷം ചെയ്തിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയാവും എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും മന്ത്രിസഭാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ഏറ്റവും എന്ന് പറയുന്നത് എന്താണ്, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനായത് വലിയ വിജയമായിട്ടാണ് CPIM വിലയിരുത്തുന്നത്. പക്ഷേ പ്രതിപക്ഷം കോൺഗ്രസ് പാർട്ടി ആകട്ടെ അതൊരു വലിയ പരാജയമായി ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടാനായി എന്നുള്ളതാണ്. അതൊക്കെ ഒരുപക്ഷെ ഇന്ന് LDF യോഗത്തിൽ ചർച്ചയുണ്ടാകും അജണ്ടകളിൽ, അല്ലേ? തീർച്ചയായും അജിംഷാദ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ഇത് പരിപാടി നടന്നു കഴിഞ്ഞപ്പോൾ വളരെ വലിയ എതിർപ്പുകൾ ഇതിനെതിരെ ഉണ്ടായി വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ സാഹചര്യത്തിൽ കൂടിയാണ് വളരെ വിശദമായ ഒരു വിശകലനം ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ LDF യോഗത്തിൽ ഉണ്ടാകാൻ ഇടയുണ്ട് എന്ന ഒരു കാര്യം പറയുന്നത്. അത് ഈ ഘടകകക്ഷികളായ ആളുകൾ ഉൾപ്പെടെ ഇതിൽ എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടോ, ഇതിൽ നേരത്തെ തന്നെ വന്നിട്ടുള്ള ഈ DYFI പ്രവർത്തകരടക്കം ഈ പ്രതിഷേധക്കാരെ മർദ്ദിക്കുന്നതടക്കമുള്ള ചില
ചില വിഷയങ്ങളുണ്ട്. അവയൊക്കെ ഒരു വിമർശനാത്മകമായി തന്നെ ഇന്നത്തെ LDF യോഗത്തിൽ ചർച്ചയാവാനുള്ള ഒരു സാധ്യത മുന്നിലുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. സ്വാഭാവികമായും നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് അത് മുന്നണിക്ക് ദോഷം ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അത് ഗുണമാണോ ഉണ്ടാക്കിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വളരെ വിശദമായ ഒരു വിശകലനത്തിന് ഇന്നത്തെ LDF യോഗത്തിൽ അത്തരമൊരു വിശകലനം ഉണ്ടായേക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ജംഷാദ്, തീർച്ചയായും ഒരുപക്ഷെ ഈ നവകേരള സദസ് ഇപ്പോൾ 136 മണ്ഡലങ്ങളിലാണ് പൂർത്തീകരിച്ചതും ഇന്നലെ സമാപിച്ചതും. കാനം രാജേന്ദ്രൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒഴിവാക്കിയിരുന്ന 4ഓളം മണ്ഡലങ്ങളുണ്ട് എറണാകുളം ജില്ലയിൽ. അതൊരു പക്ഷേ നവകേരള സദസ്സിൽ ഈ പുതിയ മന്ത്രിമാരുണ്ടാകും, ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും, അല്ലേ? ആ നിലയിൽ കൂടി വേണം അതിനെ കാണാൻ. ഏതായാലും അതിന്റെ തീയതി അടക്കം പിന്നീട് പ്രഖ്യാപിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് നേരത്തെ ഈ നവകേരള സദസ്സ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഈ മന്ത്രിസഭാ പുനഃസംഘടന വേണമെന്നൊരു ആവശ്യം ഉയർന്നിരുന്നു. പക്ഷേ അന്ന് തന്നെ ഇതിന്റെ നോട്ടീസുകളിലടക്കം ഇതിന്റെ പോസ്റ്ററുകളിലടക്കം ഈ അഹമ്മദ് ദേവർകോവിലിന്റെയും ആന്റണി രാജുവിന്റെയും ചിത്രങ്ങൾ സഹിതം പതിച്ചുകൊണ്ട് പോസ്റ്ററുകൾ പുറത്തിറക്കിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇനി നവകേരള സദസ്സ് കഴിഞ്ഞതിന് ശേഷം മതി മന്ത്രിസഭാ പുനഃസംഘടന എന്ന ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അതിന്റെ ഭാഗമായി തന്നെ ഇന്നലെ നവകേരള സദസ്സ് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അതിന് ആവശ്യമായ തീരുമാനം LDF കൈക്കൊള്ളുന്നു എന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. സ്വാഭാവികമായും അടുത്ത ഇനി അവശേഷിക്കുന്ന മണ്ഡലങ്ങളിലുള്ള നവകേരള സദസ്സുകളിൽ പുതിയ മന്ത്രിമാരുടെ ചിത്രങ്ങളടക്കം വെച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ തയ്യാറാക്കി ആ നിലയിൽ ഈ പുതിയ മന്ത്രിമാരായിരിക്കും ഇനി വരാനിരിക്കുന്ന നവകേരള സദസ്സുകളിൽ പങ്കെടുക്കുക. അജിംഷാദ്, അത് വളരെ കൃത്യമായി അതിലെന്തെങ്കിലും മാറ്റങ്ങൾ കേരള വിഷൻ ന്യൂസ് നമ്മൾ അഹമ്മദ് ദേവർകോവലിനെ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് 12:15 കൂടി ഒരു പ്രസ് മീറ്റ് ഉണ്ട്, അതിൽ കാര്യങ്ങൾ വാർത്താ സമ്മേളനത്തിലൂടെ കാര്യങ്ങൾ അറിയിക്കാമെന്നതാണ്. അതൊരു പക്ഷേ INLന്റെ ഔദ്യോഗികമായ വാർത്താ സമ്മേളനമാണോ? തീർച്ചയായും മന്ത്രി എന്നുള്ള നിലയിൽ രാജി സമർപ്പിച്ചതിന് ശേഷം സ്വാഭാവികമായും INL എന്നുള്ള നിലയിൽ, പാർട്ടി എന്നുള്ള നിലയിലായിരിക്കും അത്തരമൊരു വാർത്താ സമ്മേളനം അദ്ദേഹം നടത്തുക. അതോടൊപ്പം തന്നെ 11 മണിയോടുകൂടി LDF കൺവീനർ EP ജയരാജനും മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇതടക്കമുള്ള ഈ മന്ത്രിസഭാ പുനഃസംഘടന അടക്കമുള്ള വിഷയങ്ങൾ EP ജയരാജനും മാധ്യമങ്ങളോട് പങ്കുവെക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അത് ആ വാർത്താ സമ്മേളനത്തിൽ ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ചോദിച്ചറിയാവുന്നതാണ്. ഇനി അടുത്ത നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മന്ത്രിസഭാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ EP ജയരാജൻ ഈ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് മന്ത്രി അഹമ്മദ് ദേവർകോവിലിന്റെ വാർത്താ സമ്മേളനം ഉണ്ടാവുക. തീർച്ചയായും കമലേഷ് തെക്കേക്കാടാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. എന്തായിരുന്നാലും LDF യോഗം, നിർണായകമായ LDF യോഗം തുടങ്ങിയിരിക്കുന്നു. AK സെൻട്രലാണ് യോഗം തുടങ്ങിയത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയായി നാം കാണുന്നത് സംസ്ഥാന മന്ത്രിസഭയിലുള്ള പുനഃസംഘടനയാണ്. കേരള കോൺഗ്രസ് നേതാവ് KB ഗണേഷ് കുമാറും പിന്നീട് കടന്നപ്പള്ളി രാമചന്ദ്രനും ഇതിലേക്ക് വരുന്നു എന്നുള്ളതാണ്, മന്ത്രിസഭയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. മന്ത്രിസഭ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെ 2.5 വർഷം എന്ന നിലയിൽ ഈ കാര്യങ്ങളൊക്കെ വാർത്തയായി എത്തിയിരുന്നതാണ്. പക്ഷേ അന്നൊക്കെ അത് സർക്കാർ മുഖ്യമന്ത്രിയുമൊക്കെ നിരസിക്കുകയാണ്, ആ വാർത്ത നിരസിക്കുകയാണ് ചെയ്തത്. പക്ഷേ അത് ശരിയാകുന്നു എന്ന കാഴ്ച കൂടിയുണ്ട്. പിന്നീട് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട നിർണായകമായ വിലയിരുത്തൽ കൂടി LDF യോഗത്തിലുണ്ടാകും. എന്തായിരുന്നാലും LDF യോഗത്തിൻ്റെ വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ കമലേഷ് തെക്കേക്കാട് നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് പോകാം. ക്രിസ്മസിനും എറണാകുളം സെൻറ് മേരീസ് കത്തീഡ്രൽ ബസലിക്ക തുറക്കില്ല. സമാധാന അന്തരീക്ഷം ഉണ്ടാകുന്നത് വരെ തൽസ്ഥിതി തുടരും. അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ആന്റണി പുതുവേലിലാണ് നിർദ്ദേശം നൽകിയത്. വിശദാംശങ്ങളുമായി മേഘ്ന മുരളി ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. മേഘ്ന, നേരത്തെ തന്നെ ഒരു സമവായത്തിലെത്തിയിരുന്നു. വർഷത്തിൽ എത്രയോ തവണ മാത്രം ഏകീകൃത കുർബാന, അതിനുശേഷം ജനാഭിമുഖ കുർബാനയൊക്കെ നടത്താം, ഇങ്ങനെ ഒരു സമവായത്തിലെത്തി എന്നൊക്കെയുള്ള